بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ആദരണീയരായ വിശ്വാസിനികളെ, അളവറ്റ ദയാപരനും പ്രപഞ്ച ലോക സ്രഷ്ടാവുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ടും അനുഷ്ഠിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുസ്ലിഹുകളിൽ, മുവഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സാമൂഹ്യ ജീവിയായ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏതൊക്കെ മേഖലകൾ തരണം ചെയ്ത് ജീവിക്കണമെന്നും ഏത് മാനദണ്ഡമനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്നും ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുർആൻ മുന്നിലുള്ളപ്പോൾ
ആ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളെ വിട്ടകന്നു പോകുമ്പോൾ ഹറാമ് ഭക്ഷിക്കുവാനും ഹലാലിനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ഹറാമിലൂടെ സമ്പാദിക്കുകയും അത് ഭക്ഷിക്കുകയും അത് ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമൂഹത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ശരിയായ വസ്തുതയാണ്. മനുഷ്യൻ ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം, സമ്പാദിക്കുന്നതിൽ മത്സരിക്കുന്ന കാലഘട്ടം, പ്രമോഷനുകളുടെ കാലഘട്ടം, അതുപോലെ തന്നെ സമ്മാനങ്ങളുടെ കാലഘട്ടമായിട്ട് ഈ കാലയളവിൽ നാം ജീവിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ധാരാളം വിശേഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും സ്ഥാനമില്ലാത്ത, സമ്പത്ത് നേടിയെടുക്കാൻ സ്വന്തം സഹോദരനെ പോലും ആക്രമിക്കാൻ മടിയില്ലാത്ത മനുഷ്യ സമൂഹം ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുള്ള ഒരു ജീവിതം, അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ച മാതൃകയിൽ ഏത് രൂപത്തിലാണ് എനിക്ക് ജീവിക്കുവാൻ പറ്റുക? ഞാൻ നമസ്കരിക്കുകയും ഞാൻ നോമ്പ് നോൽക്കുകയും മറ്റ് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെയുള്ള വിവിധ മേഖലകളിലൂടെ ആരാധനകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അള്ളാഹു ഇതൊക്കെയും എന്നിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്ന ഒരു ചിന്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ആദ്യം ഓതി വെച്ചത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ ആയത്താണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. മനുഷ്യരെ, ഭൂമിയിൽ അതിൽ നിന്ന് അനുവദനീയവും അതുപോലെ തന്നെ വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രു തന്നെയാകുന്നു. ഈ വിശുദ്ധ ഖുർആനിന്റെ വചനം, ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ വിശദീകരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ കേൾപ്പിച്ചപ്പോൾ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അദ്ഉനനി അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തേണമേ എന്നങ്ങ് പ്രാർത്ഥിക്കണം. ഈ ആയത്തങ്ങ് ഓതിക്കേൽപ്പിച്ച് അള്ളാഹുവിന്റെ റസൂല് ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ, പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തേണമേ എന്നങ്ങ് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂല് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ സഅദ് അത്ഇം മത്അമക തകുൻ മുസ്തജാബദ് ദഅവ, അല്ലയോ സഅദേ, നീ കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ആക്കുക, എങ്കിൽ നിനക്ക് പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നവരുടെ ഗണത്തിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കും. സഹോദരങ്ങളെ, നാം ഒന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂല് വിശിഷ്ടമായത് ഭക്ഷിക്കണമെന്ന ആയത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബാക്കൾക്ക് ഓതിക്കേൽപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കുക. നീ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ മാർഗത്തിലുള്ളതാവരുത്. ഹലാലിലൂടെയാകണം നീ സമ്പാദിക്കേണ്ടത്. ഹറാമിലൂടെ നീ സമ്പാദിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയില്ല. ആരോടാ പറയുന്നത്? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്.
ആലോചിച്ചു നോക്കുക. നമ്മൾ ലോകത്തിന്റെ അവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശകമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ മതം പഠിപ്പിക്കുവാൻ നിയോഗിതനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രഖ്യാപനങ്ങളാണ്. തീർന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ഇന്നൽ അബ്ദൽ യകുൻ ഫല്ലക്മതൽ ഹറാം ഫീ ജൗഫിഹി മാ യതഖബ്ബലു മിൻഹു 40 യൗമാ. നമ്മൾ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല. നമ്മൾ നമസ്കരിക്കുന്നവരാണ്, നമ്മൾ നോമ്പ് നോൽക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. എന്നിട്ടോ ഇതൊക്കെ റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം. ഒരു അടിമ തനിക്ക് നിഷിദ്ധമായ രൂപത്തിൽ അവന്റെ വയറ്റിലേക്ക് ഒരു ഉരുള ഭക്ഷണം ഭക്ഷിച്ചാൽ അവന്റെ 40 ദിവസത്തെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല. നിസ്സാരവൽക്കരിക്കേണ്ട വിഷയമല്ല സഹോദരങ്ങളെ. അല്ലാഹു അനുവദിക്കാത്ത, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്കപ്പുറത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, അവന്റെ റസൂല് പഠിപ്പിക്കാത്ത ഏതെങ്കിലും രീതിയിൽ നാം സമ്പാദിച്ച് അതിലൂടെ നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ഒരു ഉരുള നാം ഭക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ 40 ദിവസത്തെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്തിനാ നമ്മൾ 40 ദിവസം പ്രവർത്തിച്ചത്? നമ്മൾ ധാരാളം നമസ്കരിച്ചിട്ടുണ്ടാകാം, ധാരാളം നോമ്പ് നോറ്റിട്ടുണ്ടാകാം, സുന്നത്ത് നോമ്പുകളിലൂടെ സഞ്ചരിച്ചവരായേക്കാം, ദാനധർമ്മങ്ങൾ നിർവഹിച്ചവരായേക്കാം, ഹജ്ജ് ചെയ്തവരായേക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, നന്മയെന്ന് തോന്നുന്ന എത്രയെത്രയോ പ്രവർത്തനങ്ങൾ ചെയ്തവരായേക്കാം. പക്ഷേ ഒരു കടുകുമണിയോളം ഭക്ഷണം ഹലാലല്ലാത്ത രൂപത്തിൽ, ഹറാമിൻ്റെതായ രൂപത്തിൽ നമ്മുടെ വയറ്റിലേക്ക് അങ്ങെത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 40 ദിവസത്തെ പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കില്ല. പഠിച്ചു വെച്ചോ, മനസ്സിൽ കുറിച്ചിട്ടോ. നമ്മുടെ 40 ദിവസത്തെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളെ അവഗണിക്കാതെ കൊണ്ട് ജീവിക്കണം. പിശാചിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. പിശാചിനെ അകറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കണം. പിശാചിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതെ നമ്മൾ ജീവിക്കണം. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ 53-ാം അധ്യായം സൂറത്തുൻ നജ്മിലെ 29-30 ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കിയല്ലോ, ഫഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിനാ വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയാ. ആകയാൽ നമ്മുടെ സ്മരണ വിട്ട് തിരിഞ്ഞു കളയുകയും ഐഹികമായ ജീവിതം മാത്രം ലക്ഷ്യമാക്കുകയും ചെയ്തവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക. നിർത്തിയില്ല വിശുദ്ധ ഖുർആൻ. വീണ്ടും പറയുന്നു, ദാലിക മബ്ലഹും മിനൽ ഇൽം ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിമൻ ഇഹ്തദാ. അറിവിൽ നിന്ന് അവർ ആകെ എത്തിയിട്ടുള്ളത് അത്രത്തോളമാകുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവാകുന്നു അവന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവരെ പറ്റി കൂടുതൽ അറിവുള്ളവരും, അതുപോലെ തന്നെ സന്മാർഗത്തിലേക്ക് എത്തിയവരെ പറ്റി കൂടുതൽ അറിവുള്ളവരും അല്ലാഹു മാത്രമാകുന്നു. അതുകൊണ്ട് ഐഹിക ജീവിതത്തിന്റെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കണ്ട. ഈ ലോകത്തിന് ശേഷം, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് എത്തിപ്പെടുമ്പോ, ആ ലോകത്തേക്ക് ഞാൻ എത്തുമ്പോ എനിക്ക് സഹായിക്കാൻ ആരും ഉണ്ടാകില്ല. ഞാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോ ധാരാളം സമ്പത്ത് എനിക്കുണ്ടായിരുന്നു, ധാരാളം കുടുംബാംഗങ്ങൾ എനിക്കുണ്ടായിരുന്നു, ധാരാളം ജോലിക്കാർ എനിക്കുണ്ടായിരുന്നു, ധാരാളം വാഹനങ്ങൾ എനിക്കുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഈ ലോകത്ത് ജീവിച്ചവനാണ് ഞാൻ. പക്ഷേ നാളെ പാരത്രീക ലോകത്തേക്ക് അങ്ങെത്തിപ്പെടുമ്പോ അല്ല തജുറുവാജുറത്തും വിസറുഖ്റാ, ഒരാളുടെ പാപഭാരം മറ്റൊരാളും ചുമക്കാത്തൊരു ലോകത്തേക്ക് അങ്ങ് ഞാൻ എത്തിപ്പെടുമ്പോ ഈ ലോകത്ത് ഞാൻ ചെയ്തു വെച്ച നന്മകൾ മാത്രമേ എന്നോടൊപ്പം ഉണ്ടാകൂ എന്ന ചിന്ത സഹോദരങ്ങളെ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും വേണം. ഉത്ബോധനങ്ങൾ ധാരാളം നമ്മൾ കേൾക്കുന്നവരാണ്, ഉത്ബോധനങ്ങളിലൂടെ ധാരാളം നമ്മൾ സഞ്ചരിക്കുന്നവരാണ്, അതുപോലെ തന്നെ ഖുത്ബകൾ ധാരാളം കേൾക്കുന്നവരാണ്, പ്രഭാഷണങ്ങൾ ധാരാളം നമ്മൾ സംഘടിപ്പിക്കുന്നവരാണ്, ദർസുകൾ ധാരാളം നമ്മൾ പങ്കെടുക്കുന്നവരാണ്. എന്നിട്ടോ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും
പ്രവർത്തനം, ചെറുതെന്ന് നാം കണക്കാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോകുന്നുണ്ടോ എന്ന ഒരു പരിശോധനയ്ക്ക് നാം വിധേയമായിട്ടില്ല എങ്കിൽ നാളെ പാരത്രീക ലോകത്ത് നഷ്ടം സംഭവിക്കുന്നവരുടെ ഗണത്തിലേക്ക് നാം പെട്ടുപോകും. അതൊക്കെ പടച്ചറബ്ബ് നേരത്തെ നമ്മെ ഉത്ബോധിപ്പിച്ച വസ്തുതയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്ത് ജീവിക്കുമ്പോ ഏത് രൂപത്തിലുള്ള ജീവിതമാണ് മനുഷ്യൻ നയിക്കുന്നത്, അതല്ല ഈ ലോകത്തേക്കൊരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എപ്രകാരമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലഘട്ടമാണോ ഇത് എന്ന് നമ്മൾ പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്തിന്നാസു സമാനൻ സമാൻ ലാ യുബാദിൽ മർഅ ബിമാ അഖദൽ മാൽ. ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരും, ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരും, എന്തിൽ നിന്നാണ് അവൻ സമ്പാദിച്ചത് എന്ന് നോക്കാത്ത ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരും. ഹറാമിലൂടെയാണോ ഞാൻ സമ്പാദിച്ചത്, അതല്ല ഹലാലിലൂടെയാണോ ഞാൻ സമ്പാദിച്ചത് എന്ന് പോലും നോക്കാത്ത ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാലഘട്ടമാണോ ഇത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാത്തൊരു കാലഘട്ടം നിങ്ങളിലേക്ക് വരും. ആ കാലഘട്ടത്തെ കരുതിയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം മുസ്ലിം നാമധാരികൾക്കുണ്ടോ, മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്നവർക്കുണ്ടോ, ഞാൻ മുഅ്മിനാണെന്ന് അവകാശപ്പെടുന്നവർക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ക്ലീനായിട്ടായിരിക്കണം അവൻ ജീവിക്കേണ്ടത്. അതാണ് മുസ്ലിം. അനുസരണയോടുകൂടി അള്ളാഹുവിന് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം. അള്ളാഹു അടുക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് അടുക്കാൻ പാടില്ല, അള്ളാഹു വിലക്കിയതിലേക്ക് പോകാൻ പാടില്ല, അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞത് തിന്നാൻ പാടില്ല, അള്ളാഹു കുടിക്കരുത് എന്ന് പറഞ്ഞത് കുടിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ജീവിതത്തിൽ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതല്ലേ വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവ ലോകത്തോട് പ്രഖ്യാപിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം സംതൃപ്തിയോടുകൂടി നടത്തുന്ന കച്ചവട ഇടപാടുകൾ മുഖേനയല്ലാതെ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ അന്യായമായി തിന്നരുത് എന്ന് 14 മുമ്പ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചുവെങ്കിൽ സ്വന്തം സഹോദരനോട് പോലും കളവിൻ്റെതായ, വഞ്ചനയുടേതായ, അതുപോലെ തന്നെ പൂഴ്ത്തിവെപ്പിൻ്റെതായ ഏതൊക്കെ പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റുമോ, പരിചയപ്പെടുത്താൻ പറ്റുമോ, ആ പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രവർത്തനങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിന് എന്ന് വേണ്ടി അതിനു വേണ്ടി പ്രയത്നിക്കുന്ന, പ്രവർത്തിക്കുന്ന, പരിശ്രമിക്കുന്ന, രാപകലില്ലാതെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ കണ്ടവരല്ലേ നമ്മൾ, കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ, കേട്ടുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ. മാറ്റം വരണ്ടേ നമുക്ക്? വിശുദ്ധ ഖുർആനിലൂടെ തിരിഞ്ഞെങ്കിലല്ലേ നമുക്ക് മാറ്റം വരൂ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ ആയത്ത് തന്നെ എത്രയോ തവണ നമ്മൾ കേട്ടവരാ. എന്നിട്ട് നമ്മുടെ മനസ്സുകൾക്ക് എന്ത് മാറ്റമാണുണ്ടായത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ജീവിതത്തിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് സന്നിവേശിപ്പിക്കാൻ, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഏത് മാനദണ്ഡമാണ് ഞാൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ 124 മുതൽ 126 വരെയുള്ള വചനങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഇതൊക്കെ കേട്ടിട്ട് നല്ലത് തിന്നണം, നല്ലത് കുടിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ലതിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വിസ്മരിച്ചു കളഞ്ഞ മനുഷ്യനുണ്ട്. അവൻ നാളെ എത്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ഒരു ദിവസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. എന്താ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അതേ, എന്റെ ഉത്ബോധനങ്ങളെ വിട്ടിട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം,
ഇപ്പോൾ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ എന്ന വിശുദ്ധ ഖുർആന്റെ വചനം നമ്മൾ കേട്ടു. എന്നിട്ട് കേട്ടതുപോലെ ജീവിതത്തിൽ പകർത്താതെ അതെങ്ങാനും വിസ്മരിച്ചു കളഞ്ഞാൽ വമൻ അഅറദ അൻ ദിക്രി, എന്റെ ഉത്ബോധനത്തെ വിട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം അവൻ ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആ ഇടുങ്ങിയ ജീവിതം കഴിഞ്ഞിട്ട് നാളെ പാരത്രിക ലോകത്തേക്ക് അവൻ എഴുന്നേറ്റ് വരുമ്പോ കണ്ണിന് കാഴ്ചയില്ലാത്തവനായിക്കൊണ്ട് അന്ധനായ നിലയിൽ എഴുന്നേറ്റ് വരുമ്പോ ഇവിടെ വെച്ച് കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയാൽ കണ്ണട ധരിക്കാമായിരുന്നു, ലെൻസ് ധരിക്കാമായിരുന്നു, ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകളൊക്കെ നടത്താമായിരുന്നു. പക്ഷേ അതൊരു ചികിത്സക്കും വകവെക്കാത്ത, ഒരു ചികിത്സയും ഫലപ്പെടാത്ത ഒരു ദിവസത്തിലേക്ക് അങ്ങെത്തിപ്പെടുമ്പോ, കണ്ണിന് കാഴ്ചയില്ലാത്തവനായിട്ട് ഇവൻ എത്തിപ്പെടുമ്പോ, ഈ മനുഷ്യൻ എത്തിപ്പെടുമ്പോ റബ്ബിനോടവൻ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനീ അഅ്മാ, റബ്ബേ ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോ കണ്ണിന് കാഴ്ചയുള്ളവനായിട്ടാണല്ലോ എന്നെ നീ ജനിപ്പിച്ചത്, എന്നെ നീ ജീവിപ്പിച്ചത്. പിന്നെ എന്തിനാ റബ്ബേ ഈ ലോകത്തേക്ക്, ഈ ദിവസത്തിലേക്ക് എന്നെ എത്തിച്ചപ്പോൾ, ഈ ലോകത്തേക്ക് എന്നെ എത്തിച്ചപ്പോൾ, ഈ ലോകത്തേക്ക് എന്നെ വിളിച്ചപ്പോൾ കണ്ണ് കാണാത്തവനായിക്കൊണ്ട് എന്തിനാണ് റബ്ബേ എന്നെ കൊണ്ടുവന്നത് എന്ന് മനുഷ്യൻ ചോദിക്കുമ്പോ ഖാല റബ്ബി ലിമ ഹശർതനീ അഅ്മാ വഖദ് കുൻത ബസീറ ഖാല കദാലിക തതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അതെ, നിനക്ക് എല്ലാവിധ കാഴ്ചകളും ഉണ്ടായിരുന്നു, എല്ലാവിധ കഴിവുകളും ഉണ്ടായിരുന്നു, എല്ലാ കഴിവുകളോടും കൂടിയാണ് നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചത്. നിനക്ക് ഉത്ബോധനം നടത്താൻ പല ആളുകളും വന്നില്ലേ, പ്രവാചകന്മാര് വന്നില്ലേ, വേദഗ്രന്ഥങ്ങൾ വന്നില്ലേ, ഖുത്ബകൾ ധാരാളം നീ കേട്ടവനല്ലേ, പ്രഭാഷണങ്ങൾ ധാരാളം നീ ശ്രവിച്ചവനല്ലേ. എന്നിട്ട് അതെല്ലാം നീ ഒരു ചെവിയിൽ കൂടി കേട്ടിട്ട് മറു ചെവിയിൽ കൂടി നീ കളഞ്ഞില്ലേ, അതെല്ലാം നീ വിസ്മരിച്ചു കളഞ്ഞില്ലേ. അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ നിന്നെയും വിസ്മരിച്ചു കളയുന്നു എന്ന് റബ്ബ് നാളെ മറുപടി പറയുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണോ? വേണ്ട എന്നായിരിക്കും എല്ലാവരുടെയും മറുപടി. അങ്ങനെ വേണ്ട എങ്കിൽ എന്ത് വേണം? വിശുദ്ധ ഖുർആൻ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചുവെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ലോകത്തിന്റെ കുതിപ്പ് ഹറാമിലൂടെയാണ്, ഈ ലോകത്തിന്റെ കുതിപ്പ് ഹറാമിലൂടെയാണ് എന്ന് പറയുമ്പോൾ അതിശയിക്കാനൊന്നുമില്ല. ഹറാമാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത് എല്ലാം ഹറാമിലൂടെയുള്ള കാഴ്ചകളും കേൾവികളുമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുന്നു? ഹറാം എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുന്നു? എന്താ കാരണം? ഹറാമിലൂടെ സമ്പാദിച്ച് അത് ഭക്ഷിക്കുകയും അത് ഭക്ഷിപ്പിക്കുകയും ചെയ്താൽ എന്താ കുഴപ്പം എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇവിടെ ജീവിക്കണമെങ്കിൽ പണം വേണ്ടേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നവനോട് അല്പമൊക്കെ കളവ് പറയാം, ഇന്നവനെ അല്പമൊക്കെ വഞ്ചിക്കാം, അല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ മായപ്പെടുത്തിയിട്ട് മായം ചേർത്തിട്ട് എന്റെ ചരക്കുകൾ വിറ്റഴിക്കാം എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാകും. വേണ്ട, ഒന്നാമതായി മനസ്സിലാക്കി വെച്ചോ, മനസ്സിൽ കുറിച്ചിട്ടോ, തിരിച്ചറിവുണ്ടാക്കണം നമുക്ക്. എന്താ ഒന്നാമതായി എത്തിപ്പെടുന്നത്? എന്താ? നരകത്തിലേക്കുള്ള മാർഗം. നരകത്തിലേക്കുള്ള മാർഗമാണ് എന്ത്? ഹറാമിലൂടെ സമ്പാദിച്ച് അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കുള്ള മാർഗമാണ് എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. യാ കഅബ് അന്നഹു ലം യർബ് ഫല്ലഹം നബദ മിൻ സുഹതി ഇല്ലാ കാനത്തിൻ നാർ ഔലാ ബിഹി. അല്ലയോ കഅബേ, ഹറാമായി സമ്പാദിച്ചതിൽ നിന്ന് വണ്ണം വെച്ചതാണ് നിന്റെ ശരീരമെങ്കിൽ ആ ശരീരത്തിന്റെ അവകാശം നരകത്തിലേക്കുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ കഅബ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ പറഞ്ഞത്? കഅബേ, നിന്റെ ശരീരമുണ്ടല്ലോ, ഹറാമിലൂടെ സമ്പാദിച്ച് ആ സമ്പാദ്യം കൊണ്ട് നീ ഭക്ഷിച്ചതാണ് ഈ വണ്ണം വെച്ച ശരീരമെങ്കിൽ നിന്റെ ശരീരത്തിന്റെ അവകാശം നരകത്തിനുള്ളതാണ്. ആലോചിക്കുക, നമ്മള് ഈ ശരീരത്തിന്റെ അവകാശം നരകത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് സമാധാനമില്ല, അസമാധാനമാണ്. നേർമാർഗത്തിലൂടെ സമ്പാദിക്കുന്നവൻ എവിടെയാ അസമാധാനം ഉണ്ടാവുക? നേർമാർഗത്തിലൂടെ സമ്പാദിക്കുന്നവൻ അസമാധാനമില്ല, അവൻ എപ്പോഴും സമാധാനമാണ്. അവനെപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഞാൻ ഇന്ന ആളെ
വഞ്ചിക്കുമ്പോൾ, ഇന്നവനോട് കളവ് പറയുമ്പോൾ, ഇന്നവനോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സംസാരം, എന്റെ മനോവികാരം പോലും വളർന്ന് തിട്ടപ്പെടുത്താൻ കഴിവുള്ളവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം വിശ്വാസിയുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അവന് സമാധാനമാണ്. അല്ലാത്തവനോ അവന് ശകുനമാണ്, അവന് ശാപമേൽക്കേണ്ടി വരും. അവൻ ശാപത്തിൻ്റെതായ ആരൊക്കെയാണോ നമ്മൾ വഞ്ചിച്ചത് അവന്റെയും ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആരുടെയൊക്കെ പ്രാക്കാണ്, ആരുടെയൊക്കെ ശാപമുണ്ടാകും, ആരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിലൊക്കെ നമ്മൾ പല പേരിലുമൊക്കെ അറിയപ്പെടുമ്പോൾ, വിളിക്കപ്പെടുമ്പോൾ, എന്തിന്റെ പേരിലാണ് ഞാൻ സമ്പാദിച്ചത്, ഏത് മാനദണ്ഡത്തിലാണ് ഞാൻ ചെലവഴിച്ചത്, ഏത് മാനദണ്ഡത്തിലാണ് ഞാൻ സമ്പാദിക്കുന്നത് എന്ന ചിന്തയില്ലാത്തവന് അവന് അസമാധാനമായിരിക്കും. അവന് ശാപമേൽക്കേണ്ടി വരും. അള്ളാഹുവിന്റെ ശാപമായിരിക്കും ഒന്നാമതായി ഏൽക്കുക എന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിക്കുകയാണ്. എന്താ? ഒരു അടിമ ഹറാമായത് സമ്പാദിച്ചു, എന്നിട്ട് അതുകൊണ്ട് അവൻ ചിലവഴിച്ചതിൽ നിന്ന് അവൻ ഒരിക്കലും ബർക്കത്തുണ്ടാവില്ല. ഹറാമിലൂടെ സമ്പാദിച്ചിട്ട് എന്നിട്ട് അവന് ഒരിക്കലും തന്നെ അതിലൂടെ ബർക്കത്തുണ്ടാവുകയില്ല. എന്നിട്ടോ അവൻ ധർമ്മം ചെയ്താൽ ആ ധർമ്മം സ്വീകരിക്കപ്പെടുകയില്ല. ഹറാമിലൂടെ സമ്പാദിച്ചിട്ട് ആ ചിലവഴിച്ച കാര്യത്തില് ബർക്കത്തുണ്ടാവില്ല. ആ സമ്പാദ്യം, ആ ബർക്കത്ത് കൊണ്ട്, ദാനധർമ്മം ചെയ്തത് കൊണ്ട് അവന് യാതൊരു പ്രതിഫലവും ഉണ്ടാവുകയില്ല. ഇനിയോ അവൻ ഹറാമായി സമ്പാദിച്ചു, ആ സമ്പാദ്യം അവൻ ഒഴിവാക്കി എന്ന് വെക്കുക. ആദ്യം പറഞ്ഞു സമ്പാദിച്ചു, അതിൽ ബർക്കത്തില്ല, അവൻ ചിലവഴിച്ചു, അതിലൊന്നും കാണാൻ സാധ്യമല്ല. ഇനിയോ അവൻ ഹറാമായി സമ്പാദിച്ചു, എന്നിട്ടോ ആ സമ്പാദ്യം അവൻ ഒഴിവാക്കി, എന്നിട്ടോ എന്നാൽ പോലും അവനെ നരകത്തിലേക്ക് എത്തിക്കുന്ന പാതകമായിരിക്കും, നരകത്തിലേക്കുള്ള ഭക്ഷണമായിരിക്കും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചുവെങ്കിൽ, പഠിപ്പിച്ചുവെങ്കിൽ, സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക. നമ്മളെയൊക്കെ ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നുണ്ട്, ഹറാമിലൂടെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആണെങ്കിൽ ആദ്യം പറഞ്ഞത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയോ ഈ ജീവിതമെന്നത് നൈമിഷികമാണ്. ആരാധനകൾക്ക് നമസ്കരിക്കാൻ, അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വളരെ തുച്ഛമായ സമയം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ റബ്ബ് സ്വീകരിക്കില്ല എങ്കിൽ, ഈ നമസ്കരിച്ചതും നമ്മൾ നോമ്പ് നോറ്റതും, റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റതും, അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ നടത്തിയതും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇത്രയും കാലം നമസ്കരിച്ചത്, 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ഞാൻ ജീവിച്ചിട്ട്, ഈ ജീവിതത്തിൽ ഞാൻ നമസ്കരിച്ച നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ദാനധർമ്മങ്ങൾ ഇതൊന്നും റബ്ബ് സ്വീകരിക്കാതെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് തിരിച്ചറിവുണ്ടാക്കുക. നമ്മൾ ഒരിക്കൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ, ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദീർഘദൂര യാത്ര നടത്തി വന്ന മനുഷ്യനാ. ആ മനുഷ്യൻ ആ ദീർഘദൂര യാത്രയുടെ അടയാളങ്ങളൊക്കെ ഉണ്ട്, പൊടിയൊക്കെ പിടിച്ച്, ശരീരത്തിലൊക്കെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ 2 കൈകളും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ? യാ റബ്ബി, യാ റബ്ബ്, എന്റെ റബ്ബേ, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, എന്റെ രക്ഷിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മത്അമുഹു ഹറാമുൻ, അവൻ ഭക്ഷിച്ചത് ഹറാമാണ്. മൽബസുഹു ഹറാമുൻ, അവൻ ധരിച്ചത് ഹറാമാണ്. വഖുഫിയ ബിൽ ഹറാം, അവന്റെ എല്ലാ കാര്യങ്ങളും ഹറാമിലൂടെയുള്ളതാണ്. ഫഅന്നാ ഇസ്തജാബ്, അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമോ? ഒരിക്കലുമില്ല. ആലോചിച്ചു നോക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല. ദീർഘദൂര യാത്ര നടത്തിയിട്ട് യാ റബ്ബി, യാ റബ്ബി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നാം മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അമ്പിയാക്കളോടും ഔലിയാക്കളോടും പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ടാകാം. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞത്? മത്അമുഹു ഹറാമുൻ മൽബസുഹു ഹറാമുൻ, ഭക്ഷിച്ചതും അതേപോലെ തന്നെ അവൻ ധരിച്ചതും എല്ലാം ഹറാമിലൂടെയുള്ളതാ. അതുകൊണ്ട് എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? നമ്മൾ
മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ദുആ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാ ബർക്കത്തുകളും അള്ളാഹു ഊരിയെടുക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഹലാലിലൂടെയായിരിക്കണം സമ്പാദിക്കേണ്ടത്. ഹറാമിലൂടെ പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടില്ല. സമ്പാദിക്കണ്ട എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ കച്ചവടം ചെയ്തോ, നിങ്ങൾ പലിശയിലേക്ക് നിങ്ങൾ അടുക്കരുത്. പലിശ ഹറാമാക്കിയിരിക്കുകയാണ്. കച്ചവടം ഹലാലാക്കി പലിശ നിങ്ങൾക്ക് ഹറാമാക്കി. പലിശയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന്മാരില്ലേ, ഏത് രീതിയിലായാലും, വാങ്ങിയാലും കൊടുത്താലും, അതല്ല എങ്കിൽ സാക്ഷിയായിട്ട് നിന്നാലും എല്ലാം ഒരേപോലെയാണ്. എല്ലാവരും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് ഈ പലിശയെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഏത് രൂപത്തിലാ? സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പലിശയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്യങ്ങളെ പോലും കാറ്റിൽ പറത്തിയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യ, നീയൊന്ന് ആലോചിച്ചു നോക്കുക. ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ എത്രത്തോളം തിരിച്ചറിവുണ്ടാക്കാൻ നിനക്ക് സാധിച്ചു? എത്രയോ റമദാനിലൂടെ നീ സഞ്ചരിച്ചു പോയി, എന്നിട്ടും അവിടെ റമദാനിലൂടെ സഞ്ചരിച്ചപ്പോൾ അവസാനത്തെ 10ലേക്ക് നീ എത്തിയപ്പോൾ നീ ധാരാളം കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് നിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചവനായേക്കാം. ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ചവനായേക്കാം. പെരുന്നാൾ സുദിനത്തിലും നീ പ്രാർത്ഥിച്ചവനായേക്കാം. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലും നീ പ്രാർത്ഥിച്ചവനായേക്കാം. നിന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ എന്ന് നീ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് നിന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തതിന്റെ കാരണം എന്നറിഞ്ഞാൽ മാത്രമേ ആ രോഗം എന്താണ് എന്നറിഞ്ഞ് ആ രോഗത്തിന് വേണ്ട ചികിത്സ നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവുക. ഇനിയോ, കച്ചവടക്കാരന് ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, ലക്ഷ്യങ്ങൾ ധാരാളം ഉണ്ടാകും, അവന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അവൻ എന്ത് ചെയ്യും? കളവ് പറയുകയും വഞ്ചിക്കുകയും അതുപോലുള്ള കൃത്രിമ വേലകളൊക്കെ നടത്തിയിട്ട് അവന്റെ കച്ചവട ചരക്കുകൾ വിറ്റഴിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ നാളെ പാരത്രിക ലോകത്ത് അവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താ? പണം കിട്ടണമെന്ന് തന്നെയാണ് കച്ചവടക്കാരൻ ലക്ഷ്യം. ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ, ഒരാൾ ബിസിനസ് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ള വിചാരം എന്താ? എനിക്ക് പണം കിട്ടണം, അല്ലാതെ ഒന്നുമില്ല, അല്ലാതൊരു വിചാരവുമില്ല. അങ്ങനെ പണം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം അധ്വാനിക്കണം. പണം കിട്ടാൻ വേണ്ടി ഒന്നാമതായി എന്ത് വേണം? അധ്വാനിക്കണം. രണ്ടാമതായി എന്ത് ചെയ്യണം? സത്യം പറയണം. ഇങ്ങനെ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ എത്ര ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്? പരിശോധിക്കുക. നമ്മിലേക്കൊന്ന് തിരിയുക. നമ്മൾ മറ്റുള്ളവനിലേക്ക് ഒരു കൈ ചൂണ്ടും, ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകൾ എന്നിലേക്കാണ് എന്ന തോന്നൽ, എന്നിലേക്കാണെന്ന ബോധം നമുക്കുണ്ടാവണം. സത്യം പറഞ്ഞ് കച്ചവടം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അധ്വാനിച്ച് കച്ചവടം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അന്യരെ വഞ്ചിക്കാതെ കച്ചവടം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ആരുടെ മാർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്തറാജ് അസ്സദൂഖുൽ അമീൻ. സത്യസന്ധമായി കൊണ്ട് ആരെങ്കിലും കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകന്മാരോടൊപ്പം, ആലോചിച്ച് നോക്കാം, പ്രവാചകന്മാരോടൊപ്പം എത്തണ്ടേ നമുക്ക്? പ്രവാചകന്മാരോടൊപ്പം എത്തണ്ടേ? ഇനിയോ സിദ്ദീഖീങ്ങളോടൊപ്പം, രക്തസാക്ഷികളോടൊപ്പം വേണ്ടേ? ഈ പദവി നമുക്ക് വേണമെങ്കിൽ പ്രവാചകന്മാരോടൊപ്പം എത്തിപ്പെടാൻ, സിദ്ദീഖീങ്ങളോടൊപ്പം എത്തിപ്പെടാൻ, ശുഹദാക്കളോടൊപ്പം എത്തിപ്പെടാൻ എന്ത് ചെയ്യണം? ഹലാലിലൂടെ സമ്പാദിച്ചോ, ഹറാമിനെ പാടവഗണിച്ചോ എങ്കിൽ, ഹറാമ് ചെയ്തു പോയിട്ടുണ്ടോ എങ്കിൽ മനസ്സിൽ കുറ്റബോധം തോന്നിയിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് എന്നെ കാണുന്ന എന്റെ മനോവികാരം പോലും വളർന്നു തിട്ടപ്പെടുത്താൻ കഴിവുള്ള റബ്ബേ, ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. ഞാൻ വിശുദ്ധ ഖുർആൻ പഠിച്ചു, വിശുദ്ധ ഖുർആൻ കേട്ടു, വിശുദ്ധ ഖുർആൻ അറിഞ്ഞു, ഇനി ഞാൻ അതിലേക്ക് അടുക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി ഹലാലിലൂടെ സമ്പാദിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കുക. അതുപോലെ തന്നെ കളവ് പറയാതെ കച്ചവടം നടത്തിയാൽ ലാഭം മാത്രമല്ല,
ലാഭം മാത്രമല്ല നഷ്ടവുമില്ല. കളവ് പറയാതെ നമ്മൾ സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ലാഭത്തെക്കുറിച്ചല്ല പറഞ്ഞത്, പരലോകത്തെക്കുറിച്ചുള്ള ലാഭം. പരലോകത്തേക്ക് എന്താണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ, സംസ്കരിക്കാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ലതിലൂടെ സമ്പാദിക്കാൻ, നല്ലതിലൂടെ ഭക്ഷിക്കാനും ഭക്ഷിപ്പിക്കാനും തയ്യാറാവുക. അതനുസരിച്ച് നാം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ഭക്ഷിക്കുവാനും നല്ലതിലൂടെ സഞ്ചരിക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീഖും നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ولا عدوان إلا على الظالمين نصلي ونسلم أشرف الأنبياء والمرسلين. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകളനുസരിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിതത്തെ ധന്യമാക്കണമേ എന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ഒരിക്കൽ കൂടി എന്നോടും തുടർന്ന് നിങ്ങളോരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കി വന്നത് ഹലാലിലൂടെ സമ്പാദിക്കുക, അത് ഭക്ഷിക്കുക എന്ന വളരെ വിശാലമായൊരു വിഷയത്തിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നാം മനസ്സിലാക്കിയത്. ഇനി കച്ചവടം ചെയ്യുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കും. നമ്മളിൽ നിന്ന് വാങ്ങുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സത്യം ചെയ്തിട്ട് കച്ചവട ചരക്കുകളൊക്കെ വിറ്റഴിക്കുന്നവർ ധാരാളമുണ്ട്. പക്ഷേ അമിതമായി സത്യം ചെയ്യാൻ പാടില്ല, അമിതമായി സത്യം നടത്തരുത്. എന്തിന് അള്ളാഹുവിൻ്റെ പേരിൽ പോലും അള്ളാഹുവിനെ വിറ്റ് കച്ചവടം നടത്തുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ കള്ളസത്യം ചെയ്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് വിജയം ലഭിക്കില്ല, പരാജയമായിരിക്കും ലഭിക്കുക എന്ന വസ്തുത നാം ഓർക്കുക. അതേപോലെ തന്നെ വഞ്ചന നടത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശ്ശന ഫലൈസ മിന്ന, വഞ്ചിക്കുന്നവൻ, വഞ്ചിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. അതേപോലെ തന്നെ ന്യൂനതകൾ പറഞ്ഞിട്ടായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത്. ഞാൻ വിൽക്കുന്ന സാധനത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ട് എങ്കിൽ, അപാകതകളുണ്ട് എങ്കിൽ അത് ഞാൻ പറയണം, ഇന്നത് ഇത്ര മോശപ്പെട്ടിട്ടുണ്ട് കേട്ടോ, എന്നിങ്ങനെയുള്ള മോശമായ ഒരവസ്ഥയിലാണ് ഉള്ളത്, അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമുണ്ടാകുമോ നഷ്ടമുണ്ടാകുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഇന്ന ഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ന്യൂനതകൾ ഉണ്ട് എങ്കിൽ, ഏത് വസ്തുവാണോ നമ്മൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് ആ വസ്തുവിന് ന്യൂനതകൾ ഉണ്ട് എങ്കിൽ അത് പറഞ്ഞിട്ടായിരിക്കണം വിറ്റഴിക്കേണ്ടത്. ഇനിയോ കൊള്ളലാഭം എടുക്കാൻ പാടില്ല. കൊള്ളലാഭം എടുത്തു കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് വിജയം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, പരാജയമായിരിക്കും ലഭിക്കുക, പരാജയം ലഭിക്കും. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് മനുഷ്യൻ വീണുപോകും എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാർ എപ്പോഴും മാന്യനാവണം. കച്ചവടക്കാർ എപ്പോഴും മാന്യനാകണം. നമ്മൾ പറയാറുണ്ട്, ഒരു പുതിയ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെയും പറയാറുണ്ട്, ഇവിടെ വരുന്ന ആളുകളോട്, കസ്റ്റമറിനോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല എങ്കിൽ നമുക്ക് കച്ചവടം കിട്ടില്ല എന്നൊക്കെ നമ്മൾ പലരും സംസാരിക്കുന്നവരാ. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാ. കച്ചവടക്കാരൻ എപ്പോഴും മാന്യനായിരിക്കണം, ഏതേത് സമയത്തും മാന്യനായിരിക്കണം. എങ്ങനെയാ മാന്യനാവേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, റഹിമല്ലാഹു അബ്ദൻ, റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹു ഒരു അടിമക്ക് റഹ്മത്ത് നൽകിയിരിക്കുന്നു. എന്താ? സംഹൻ ഇദാ ബാഅ സംഹൻ ഇദശ്തറാ സംഹൻ വൈദർതലാ. അല്ലാഹ് വിറ്റാൽ അവൻ മാന്യനാണ്. അവൻ ആർക്കെങ്കിലും എന്തെങ്കിലും വിറ്റാൽ അവൻ അതിൽ മാന്യനാണ്. ഇനിയോ വാങ്ങിയാൽ, ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ അതിലും അവൻ മാന്യനാണ്. ഇനിയോ കടം കൊടുക്കുകയാണ് എങ്കിലും അവൻ മാന്യനാണ്. എല്ലാത്തിലും മാന്യൻ. അതാണ് കച്ചവടക്കാരൻ. ഈ ഗുണം നമ്മുടെ സമൂഹത്തിലുള്ള കച്ചവടക്കാർക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട്
കച്ചവടക്കാരെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എന്താ? യാ അയ്യുഹത് തുജ്ജാർ, അല്ലയോ കച്ചവടക്കാരെ, ഇന്ന തുജ്ജാറ യൗമൽ ഖിയാമത്തിൽ ഫുജ്ജാർ, അല്ലയോ കച്ചവടക്കാരെ, നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് തെമ്മാടികളായിട്ടായിരിക്കും. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കൽ ഫുജ്ജാരിങ്ങളായിട്ടായിരിക്കും, കുറ്റവാളികളായിട്ടായിരിക്കും നിങ്ങൾ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ആരെ വിളിച്ചിട്ടാ പറഞ്ഞത്? കച്ചവടക്കാരെ എന്ന് വിളിച്ചിട്ട്. യാ അയ്യുഹത് തുജ്ജാർ, അല്ലയോ കച്ചവടക്കാരെ എന്ന് വിളിച്ചിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗത്തെ അവിടെ നിന്ന് ഒഴിവാക്കി. ഏതാണ് ആ വിഭാഗം? അല്ലാഹുവിന്റെ റസൂൽ ഒരു വിഭാഗത്തെ അവിടെ നിന്ന് ഒഴിവാക്കി. എന്താ? ഒരുത്തനൊഴികെ, ഒരു വിഭാഗം ഒഴികെ അല്ലാഹുവിനെ സൂക്ഷിച്ചവനാണവൻ, അതുപോലെ തന്നെ സത്യം പറഞ്ഞവനാണവൻ. ഇവനൊഴികെ ബാക്കി എല്ലാവരും നാളെ കുറ്റവാളികളുടെ ഗണത്തിലായിരിക്കും എത്തിപ്പെടുക, നാളെപ്പാടെ സ്ത്രീകൾ ലോകത്തെത്തിപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, തിരിച്ചറിവുണ്ടാകണം. ധാരാളം കേട്ടിട്ട് അഭിപ്രായം പാസാക്കിയിട്ട് മാർക്കിട്ടിട്ട് പോകാൻ വേണ്ടിയല്ല പറഞ്ഞത്. തിരിച്ചറിവുണ്ടാകണം നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പറഞ്ഞ ദുഷിച്ച ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നാളെപ്പാടെ സ്ത്രീകൾ ലോകത്ത് അത് വമ്പിച്ച നഷ്ടത്തിന്, നാശത്തിന് വകവരുത്തുമെന്ന ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് നല്ലതിലൂടെ സഞ്ചരിച്ച്, നല്ലത് സമ്പാദിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, മുത്തഖീങ്ങളുടെ ഗണത്തിൽ പ്രവാചകന്മാരുടെ പാത പിൻപറ്റി, സിദ്ദീഖീങ്ങളുടെ പാത പിൻപറ്റി, ശുഹദാക്കളുടെ പാത പിൻപറ്റി, സലഫുസ് സാലിഹീങ്ങളുടെ സ്വഹാബാക്കളുടെയും പാത പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സഹോദരങ്ങളെ തയ്യാറാവുക. മരണം ഏത് സമയത്ത് എപ്പോഴെന്നറിയില്ല എന്ന ആ ഒരു ബോധം, ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് എപ്പോഴും ഊട്ടിയുറപ്പിക്കാൻ തയ്യാറാവുക, പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക, പശ്ചാത്തപിക്കുക. അള്ളാഹു സജ്ജനങ്ങളുടെ ഗണത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അവകാശികളായി മാറുവാനുള്ള സൗഭാഗ്യവും തൗഫീഖും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين والحمد لله رب العالمين.